ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുറ്റൊക്കെ അടിച്ചു വരുമ്പോൾ ഈർക്കിളി ചൂലൊക്കെ ആണെങ്കിൽ ഈർക്കിലൊക്കെ നഷ്ടപ്പെടൂലേ. അപ്പോൾ ഈർക്കിലൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഒരുപാട് ഈർക്കിളികൾ വെറുതെ അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ഈർക്കിലൊന്നും നഷ്ടപ്പെടാതെ മുറ്റൊക്കെ അടിച്ചു തരിയാലോ. അതിനുള്ളൊരു അടിപൊളി അഡാറ് ട്രിക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താ നമുക്ക് നോക്കിയാലോ. അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കിലോ കുപ്പിയാണ് എടുത്തിട്ടുണ്ട്. സാധാ ഒരു 10 രൂപയ്ക്കൊക്കെ നമ്മൾ കിലോ വാങ്ങുന്ന ആ കുപ്പിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ കുപ്പിയുടെ അടിഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഹോളാക്കി ഇട്ടോട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കൈക്കൊന്നും പറ്റാതിരിക്കുക. കാരണം പ്ലാസ്റ്റിക് അതൊക്കെ അതിൻ്റെ വക്കൊക്കെ കയ്യിൽ പറ്റിയ നല്ല മുറിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ മുറി സ്ക്രാച്ചൊക്കെ വരാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു ഹോളിലേക്ക് നമ്മൾ ഓരോ ഈർക്കിളികളും ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫില്ലാക്കിയിട്ട് എടുക്കണം. ഓരോ ഈർക്കിളിൻ്റെ ഒരു സ്പേസ് പോലെ അവിടെ ഉണ്ടാവരുത്. അത്രയ്ക്കും വൃത്തിയോട് കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ പെർഫെക്റ്റ് ആക്കി എടുക്കുക. എന്നാലേ നമ്മൾ ആ ഒരു എല്ലാ ഫിനിഷ് ലാസ്റ്റ് എത്തുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തെടുത്താൽ മതി. എല്ലാതും അതിൽ ഫില്ലാക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാതും നമുക്ക് ഓരോന്ന് ഫില്ലാക്കി എടുക്കാം. അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഹോളിലേക്ക് എല്ലാ ഈർക്കിളുകളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനം ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാതും ഇതുപോലെ നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചൂലിൻ്റെ ഒരു ഔട്ട്ഫിറ്റാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇനി നമുക്ക് കുറച്ച് പരിപാടികളും ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്താ നോക്കിയാലും അതിന് നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടല്ലോ അതിന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒട്ടിയ ആ ഒരു ഈർക്കിളും ആ ഒരു ബോട്ടിലും നന്നായിട്ട് തന്നെ ഫിറ്റായി നിൽക്കും. അങ്ങനെ ജസ്റ്റ് ചൂടാക്കിയാൽ മതി. ചെറിയ തീയിൽ വെച്ച് നമുക്ക് അതിൻ്റെ മേലെ എല്ലാം ആക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ഒരു ഈർക്കിളി അവിടെ ഉണ്ടാവരുത്, അത് കത്തിപ്പോവും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളെ കയ്യിലൊരു കോട്ടൻ്റെ ടവലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് അതിങ്ങനെ തുടച്ചെടുത്താൽ നമുക്ക് തുണി സിമ്പിളായി കിട്ടും കേട്ടോ. അങ്ങനെതാ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അത് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എത്ര വലിച്ചാലും പോരില്ല കേട്ടോ, അതിൽ നിന്നൊരു ഈർക്കിളി പോലും നഷ്ടപ്പെട്ടില്ല. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഈർക്കിളി എന്ത് ചെയ്യും, ഈ ഒരു ചൂലിനൊക്കെ ഇങ്ങനെ എടുത്തുണ്ടാവും. ഇനിയിപ്പോൾ അതൊന്നും പറ്റില്ല കേട്ടോ, അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ അവർ കുറേ ഈർക്കിളികൾ അങ്ങനെ നഷ്ടപ്പെടുത്തും. ഇങ്ങനെ ചെയ്താൽ ഒരു ഈർക്കിളി പോലും നമുക്ക് വലിച്ചാലും നമുക്ക് കിട്ടും, അതുപോലെ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഓരോ ഈർക്കിളി ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് താഴേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇവിടെ ഉണ്ടല്ലോ, ഈ ഒരു നമ്മളെ കുപ്പിയുടെ വായുഭാഗം ഇത് നന്നായിട്ട് തന്നെ എത്തണം. ആ ഒരു ഈർക്കിളി നല്ല ഉഷാറായി കിട്ടും. എന്നിട്ട് അതിൻ്റെ താഴെ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കൂടി കട്ട് ചെയ്തെടുത്താൽ ഉഷാറായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഈർക്കിളി കിട്ടിയിട്ടുണ്ട്. ഒരു ഈർക്കിളി പോലും നഷ്ടപ്പെടില്ല കേട്ടോ നമ്മൾ അടിച്ചു വരുമ്പോൾ. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിടിക്കാനും ഒക്കെ നല്ല സുഖമാണ്. നല്ല സുഖമായിട്ട് നമുക്ക് പിടിച്ചിട്ട് നമുക്ക് അടിച്ചു വരെയെടുക്കാം. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈർക്കിളി ചൂലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് എൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ഇനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും, ബൈ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.